നടി വിൻസി അലോഷ്യസ് തന്റെ പേര് വിൻസി എന്ന് മാറ്റിയതിന് പിന്നാലെ കഥകൾ വീണ്ടും ടെസ്റ്റ്. പേര് വിൻസി എന്ന് മാറ്റിയതിന് പിന്നിൽ മമ്മൂട്ടിയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയ വലിയ ചർച്ചയായിരുന്നു. മമ്മൂട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചും തനിക്ക് മറ്റാരോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതായിരുന്നു എന്ന് നടി പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടി തന്നെയായിരുന്നു മെസ്സേജ് അയച്ചതെന്നും ആ നമ്പർ നിർമ്മാതാവായ ജോർജ് അയച്ചുതന്ന് ഉറപ്പുവരുത്തിയതെന്നാണ് നടി ഇപ്പോൾ പറയുന്നത്. അതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും വിൻസി കൂട്ടിച്ചേർത്തു. സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് വിൻസിയുടെ കഥയിലെ ട്വിസ്റ്റ് വെളിപ്പെടുത്തിയത്. വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെ: കണ്ണൂർ സ്ക്വാഡിന്റെ തിയേറ്ററിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ അയച്ചുകൊടുക്കാൻ ഒരാൾ എനിക്ക് മമ്മൂക്കയുടെ നമ്പർ തന്നിരുന്നു. വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് മെസ്സേജ് അയച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഓരോ അപ്ഡേറ്റും കൊടുത്തിരുന്നു. ഫിലിംഫെയർ അവാർഡിന്റെ വേദിയിലേക്ക് മമ്മൂക്ക വന്നിരുന്നു. സ്റ്റേജിൽ ഞാൻ വളരെ എക്സൈറ്റഡായി. മമ്മൂക്ക മെസ്സേജ് അയച്ചുവെന്നും അദ്ദേഹത്തിന് എന്നെ വിൻസി എന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഇരുന്ന മമ്മൂക്ക ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണി പാളി, വേറെ ആരെങ്കിലും ആകാം എന്ന് കരുതി. ഈ നമ്പറിലേക്ക് ഇനി മെസ്സേജ് അയക്കണ്ട എന്ന് കരുതി വിട്ടു. അങ്ങനെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ എന്തിനാണ് മമ്മൂക്കയുടെ പേര് വലിച്ചിഴച്ച് എന്ന് ആലോചിച്ച് അത് അദ്ദേഹത്തിന് വേറെ ആരോ ആണെന്ന് പറഞ്ഞു. പിന്നീട് അത് ട്രോളായി. പിന്നീട് ആ നമ്പറിൽ നിന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നു. വിൻസി എന്നത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. തനിക്ക് മതിയായില്ലേ എന്നൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ അങ്ങനെ വിളിച്ചോ എന്നൊക്കെ വീണ്ടും ഉരുണ്ട് കളിക്കുന്നത് കണ്ട് പൊട്ടം കളിക്കുവാണ് എനിക്ക് തോന്നി. എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാകാതെ ഞാൻ നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്ത് ജോർജിയേട്ടന് മെസ്സേജ് അയച്ചു. ഇത് ആരുടെ നമ്പറാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്കയുടെ എന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ഉണ്ടാക്കിയ കഥകളൊക്കെ എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ. മമ്മൂക്ക വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. ഡിസ്പ്രിങ് മെസ്സേജ് എന്തോ ഉണ്ടല്ലോ. പുള്ളിക്ക് ഇതൊന്നും ഓർമ്മയില്ല. പിന്നീട് ഞാൻ ഡിസ്പ്രിങ് മെസ്സേജ് ഓഫ് ചെയ്തു വെച്ചു. മമ്മൂക്ക ഇത് കാരണമാണ് ഞാൻ പോരൊക്കെ മാറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ സോറി ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഇതാണ് കഥ. തെളിവ് വേണമെങ്കിൽ എൻ്റെ ഫോണിലുണ്ട്.